അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാട്ടിന് വരാത്ത പാട്ടുകൾ, അതായത് പല രീതിയിലുള്ള സന്ദേശങ്ങൾ പാട്ട് മാധ്യമമായി കൊണ്ട് സമൂഹത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. എന്നാൽ എത്തിക്കുന്ന ആശയങ്ങൾ സമൂഹത്തിന് ഉപകരിക്കുന്നതായിരിക്കണം. ഇസ്ലാമിക ഗാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിരുദ്ധമാവാതിരിക്കണം എന്നത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അശ്രദ്ധ കൊണ്ടോ മറ്റോ സംഭവിച്ചു പോയ ഇന്നലകളിൽ പാടിപ്പതിഞ്ഞ മനോഹരമായ ഗാനങ്ങളുടെ ചില ഉള്ളടക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് പ്രോത്സാഹനജനകമല്ല എന്ന് തന്നെ തറപ്പിച്ച് പറയാൻ സാധ്യമാവും. ഗാനം 1. പൊലിമയിൽ കതിരിട്ട ഷറഫുറ്റ മതം വന്നിട്ട് 1500 കഴിഞ്ഞാലും പൊലിവുറ്റ മികവുറ്റ ദീൻ ഇസ്ലാമിന് എന്നും 16 തുറക്കുന്ന പഴയ ഒരു മാപ്പിളപ്പാട്ടുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ പഴയകാല സാഹിത്യത്തിന്റെ വഴികളിലൂടെ കൊണ്ടുപോകുന്ന ഒരു ഗാനമാണ്. സംഗതി മാപ്പിളപ്പാട്ടിന്റെ നല്ല കാലത്ത് ജന്മം കൊണ്ട ഗാനമാണെങ്കിലും ആ ഗാനത്തിന്റെ ഉള്ളടക്കത്തിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ പ്രമുഖരായിട്ടുള്ള മാപ്പിളപ്പാട്ടിന്റെ കുലപതിമാർ എന്ന് വിശേഷിക്കപ്പെടാൻ കഴിയുന്ന ആദരണീയരായ ചിലരിൽ നിന്ന് കേൾക്കാൻ സാധ്യമായി. ഈ പാട്ടിന്റെ ഉള്ളടക്കത്തിലുള്ള അബദ്ധം, പൊലിമയിൽ കതിരിട്ട ശറഫുറ്റ മതം വന്നിട്ട്, അതായത് പരിശുദ്ധ ഇസ്ലാം വന്നിട്ട് 1500 കഴിഞ്ഞാലും, അതായത് ആ പാട്ട് ജനിക്കുന്ന കാലത്ത് ഒരു പറയുന്ന ഒരു കണക്കാണ്. കവിയുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കും, പക്ഷേ ആ പാട്ടിൽ തെറ്റായ രീതിയിൽ അത് വായിക്കപ്പെടാവുന്ന സാഹചര്യം അതിൽ നിന്ന് ഒഴിവായില്ല എന്നുള്ളതാണ്. അതായത് കവി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പരിശുദ്ധ ഇസ്ലാം എത്ര കഴിഞ്ഞാലും അത് വളരെ 16ന്റെ ഉശിരോടെ നിലനിൽക്കും എന്നുള്ള ഒരു സത്യസന്ധമായ ഒരു സാരമായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക. പക്ഷേ അവിടെ ഉപയോഗിച്ച പദങ്ങൾ കൂടി ഒരു കവി എന്ന രീതിയിൽ അത് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ആവിഷ്കരിക്കേണ്ടതായിരുന്നു. എന്താണ് ആ തെറ്റ്? പൊലിമയിൽ കതിരിട്ട ശറഫുറ്റ മതം വന്നിട്ട് 1500 കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീൻ ഇവിടെ 1500 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നും 16ന്റെ ഉശിരോടെ അത് നിലനിൽക്കുന്നു എന്ന ഒരു ആശയമാണ് അവിടെ നിന്ന് വരുന്നത്. അതായത് അവിടെ 1500 വർഷമാണ്, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽക്കാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഉത്ഭവമായി കവിയുടെ പദാവിഷ്കാരങ്ങളിൽ പരിഗണിക്കപ്പെടുന്നത് എന്ന് വായിക്കാൻ സാധ്യതയുള്ള ഒരു തെറ്റായ ആശയം അവിടെ പദാവിഷ്കാരങ്ങളിലൂടെ ആ ഗാനത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ആ പാട്ടിന് വരാത്ത പാട്ടുകളിൽ നാം ഉൾപ്പെടുത്തിയത്. നല്ല നിലയിൽ വായിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ഒരു അഭിപ്രായത്തെ യോജിച്ചുകൊണ്ടും വിയോജിച്ചുകൊണ്ടും സംസാരിക്കാനും ആശയ സംവാദം നടത്താനും സാധ്യത ഉണ്ടാകുന്ന ഒരു വിഷയമാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഈ വിഷയം പാട്ടിന് വരാത്ത പാട്ടുകളിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അല്ലാഹു നമുക്ക് നന്മ പ്രധാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.